ട്രാവൽ ചെയ്തത് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് റൈഡ് ചെയ്ത് എത്തി. ഐക്കോണിക് പള്ളിയാണ് അത്. നമ്മളിവിടുത്തെ ബസാറിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അൽബേനിയയിലാണ്. ഈ അൽബേനിയ മോണ്ടിനിഗ്രോ ട്രിപ്പ് ചെയ്യുന്നവർക്ക് ആയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഇന്ന് നമ്മളെ കൂടെ നമ്മൾ മാത്രമല്ല, നമുക്ക് സ്പെയിനിൽ നിന്ന് ഫിസ വന്നിട്ടുണ്ട്. ഹായ് ഗായ്സ്. നമ്മളെ കൂടെ അൽബേനിയ മോണ്ടിനിഗ്രോ കറങ്ങാൻ അങ്ങ് സ്പെയിനിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ ജാനുവരി തൊട്ട് പ്ലാൻ ചെയ്യണതാണ്, പക്ഷേ അവസാനം ജൂലൈയിലാണ് നടന്നത് ട്രിപ്പ്. അതെ, നല്ല ചൂടാണ്. യു കെയിലുള്ളവർക്ക് നല്ല ചൂടാണ്. എനിക്കിതൊന്നും ചൂടല്ല, സ്പെയിനിൽ നല്ല ടെമ്പറേച്ചറാണ്. ഓൾമോസ്റ്റ് 40, 42, 44, മാക്സിമം 45 വരെയൊക്കെ ഉണ്ട്. അതെ, ഇവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ അൽബേനിയയിലെ ഫസ്റ്റ് ലൊക്കേഷനിലാണ് വന്നിട്ടുള്ളത്, കൊമാനി ലേക്ക്. നമ്മൾ ഏകദേശം ഇന്ന് ഏർലി മോർണിംഗ് ആണ് ടിരാനയിൽ എത്തിയിട്ടുള്ളത്. ഏർലി മോർണിംഗ് ഏകദേശം ഒരു 3 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഏകദേശം ഒരു 4.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പം ആരെങ്കിലും ഏർലി മോർണിംഗ് എത്തുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഇങ്ങോട്ട് വരാനാണ്. കാരണം ആ ഒരു ഡ്രൈവ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട്. ഇനിയിപ്പം നമ്മളിവിടെ ബോട്ട് കയറിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പം അങ്ങോട്ട് പോവാം. ഞാൻ അവിടെ നിന്ന് കാണാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. വ്യൂ ഉണ്ടോ, എൻ്റെ ബാക്കിലുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ടോട്ടൽ പെർ പേഴ്സൺ കോസ്റ്റ് വന്നിട്ടുള്ളത് 25 euro ആണ്. 25 euro ആണ് ഒരാൾക്ക് ഈ ഫെറിയിൽ കോസ്റ്റ് വരുന്നത്. എങ്ങനെ വെച്ചാൽ 1/2 മണിക്കൂർ ഇവിടുന്ന് ഒരു ഐലാൻഡിലോട്ട് നമ്മൾ ഈ ഫെറിയിൽ പോകും. അവിടെ 2 hours കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും 1/2 hour നമ്മൾ തിരിച്ചു വരും. ഇത് ഈ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ റോഡ് വരുമ്പോൾ അവിടെ ഇഷ്ടംമാതിരി ഏജൻസീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ കാറായിട്ട് വരുമ്പോൾ തന്നെ അവർ സ്റ്റോപ്പൊക്കെ ചെയ്തിട്ട് അവരുടെ പ്രൈസുകൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നോക്കിയിട്ട് 20 euros ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ചില ആൾക്കാർ 25 പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റായിട്ട് 150 euro ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാത്രം ഒരു പ്രൈവറ്റായിട്ട്. വ്യൂ എല്ലാം കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളെ യൂറോപ്പിലെ തായ്ലാൻഡ് എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി യാത്രയാണ്. ഈ ഒരു ഫെറിയിൽ നമ്മൾ ട്രാവൽ ചെയ്തത് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗായ്സ്, നമ്മളെ ഇത്ര ബോട്ട് റൈഡിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നു. അടിപൊളി സ്ഥലം, ഹിഡൻ പ്ലേസ് എന്നൊക്കെ പറയാം. ഒന്ന് ചുറ്റിനൊന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത. ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യുക, പല ടൈപ്പ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ അൽബേനിയ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഹിഡൻ സ്പോട്ട്? നൈസ്, നല്ല നേച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ. പക്ഷെ കുറേ ആളുണ്ട്. സ്റ്റിൽ ഒരു ഡിഫറെൻറ്റ് പ്ലേസ്. എല്ലാവരും വരണം. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? വാട്ടർ കളർ, നല്ല ലൈറ്റ് ബ്ലൂ കളർ. അത്ര ആഴമില്ല, നീന്താൻ അറിയാത്തവർക്കും വരാം, എൻ്റെ പോലത്തെ ആൾക്കാർക്ക്. അതെ, അപ്പം നല്ല അടിപൊളി വെള്ളമാണ്, ബ്ലൂ കളർ വാട്ടർ. സോ വീണ്ടും പറയുന്നു ഗായ്സ്, അൽബേനിയ നിങ്ങൾ പല സ്ഥലങ്ങളിലും ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഐറ്റിനറിയിലുണ്ടാവും. പക്ഷെ ഇവിടെ എന്തായാലും വരണം. പല ആക്ടിവിറ്റീസ് ആൾക്കാരിവിടെ എൻജോയ് ചെയ്യുന്നു. കയാക്കിങ്, സൺ ബാത്തിങ്, നെക്സ്റ്റ് ലെവൽ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഗായ്സ്. ഇതാണ് നമ്മളെ സ്ഥലം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
നമ്മളത്രയും ബോട്ട് റൈഡ് ചെയ്ത് എത്തി. ഒരു ഹിഡൻ പ്ലേസ് തന്നെ എന്ന് പറയാം. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. ഗായ്സ്, ഒന്നും പറയാനില്ല. ഒന്നും പറയാന്ന് പറഞ്ഞാൽ കിഡില എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ചാടി. നല്ല ബ്ലൂ കളർ വെള്ളം. ഗായ്സ്, നമ്മളെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ, പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ആരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത്, കാരണം അത് തെറ്റായ ലൊക്കേഷനിലോട്ടാണ് എത്തിക്കുക. ഏകദേശം ഇവിടുന്ന് 4 hour ഡ്രൈവ് എല്ലാം ചെയ്ത് നിങ്ങൾ വേറെ ഏതോ ഒരു ലൊക്കേഷനിലെത്തുക. നിങ്ങളിപ്പോൾ ഈ മുമ്പ് കണ്ട പോലത്തെ സ്ഥലത്തോട്ടേ അല്ല എത്തുക. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുക, എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. നിങ്ങൾ ഈ ലൊക്കേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തിരാനയിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. ജസ്റ്റ് ഗൂഗിൾ ചെയ്യരുത്, നിങ്ങൾ തെറ്റായ സ്ഥലത്തോട്ട് പോകും. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. റൂമിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരാന ടൗണും ബസാറും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ റൂമിൽ തിരിച്ചു പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തു, ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി. ഇനി നമ്മൾ ഇന്ന് കുറച്ച് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സിറ്റിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് കുറച്ച് ബീച്ച് ആക്ടിവിറ്റീസാണ് നമ്മളെ പ്ലാന്. സമയം ഉണ്ടോയെന്നറിയില്ല, എന്തായാലും കണ്ടറിയാം. ലെറ്റ്സ് ഗോ. എല്ലാവരും പറയുന്നുണ്ട് അൽബേനിയ മോണ്ടിനെഗ്രോ ട്രിപ്സ് ഭയങ്കര ചീപ്പാണ്, UK ന്ന് മോസ്റ്റ്ലി എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വരുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നൊരു മെയിനായിട്ടുള്ള എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ല, ഞങ്ങൾക്ക് ഫുള്ള് ബ്രേക്ക് ഡൗൺ തരാം, നമുക്ക് എത്ര എക്സ്പെൻസായി, എന്തൊക്കെയാണ് ചിലവ് വന്നിട്ടുള്ളത് എന്നുള്ള മൊത്ത കാര്യങ്ങളെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം. അതേമാതിരി ഇനി പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഐറ്റിനറി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറായിരുന്നു. കാറ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതായിരുന്നു. നമുക്ക് 230 സംതിങ് ആയിരുന്നു റെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. നമ്മൾ ബുക്ക് ചെയ്തു, ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഏകദേശം 1000 pounds ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അത് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ലായിരുന്നു, ഞങ്ങളാരും എടുത്തിട്ടില്ലായിരുന്നു. ട്രാവലിംഗ് ആയതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യാതെ വന്നതായിരുന്നു. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ റെൻറ്റ് കൂട്ടി 300 ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് നമ്മളെ ഡെബിറ്റ് കാർഡിൽ നിന്ന് കൊടുത്തിട്ട് റെൻറ്റ് 380 സംതിങ് ആയി 4 days. അപ്പം അത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. പക്ഷേ നിങ്ങൾ കാർ റെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇവിടെ വരിക. എയർപോർട്ടിൻ്റെ പുറത്ത് ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നല്ല സൂക്ഷിക്കണം. വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു 360 വീഡിയോ എടുത്തു വെക്കുക. സ്ക്രാച്ചസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്കാൻഡർബർഗ് സ്ക്വയറിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ സ്പോട്ടാണ്. നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. നമുക്കിപ്പോൾ ഓരോ സിറ്റിയിൽ നമ്മൾ UK യിലുള്ളവർക്ക് സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന മാതിരി ഇവിടെ സ്ക്വയേഴ്സാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ മോസ്റ്റ്ലി സ്ക്വയേഴ്സാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്നതിൻ്റെ ഇടയിൽ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിവിടെ സ്ക്വയറിൻ്റെ താഴെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്ഹെംബെ മോസ്ക് ഉണ്ട്, അതും കൂടിയാണ് ഇവിടെ കാണാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾഡ് സിറ്റിയിലോട്ട് പോകും. നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്, സ്ക്വയറിൽ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുകയാണ്. അവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഒരു ചെറിയ ബസാറുമായിട്ടൊക്കെ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് കിട്ടിയ ഫുഡ്. കഴിക്കട്ടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി പള്ളിയിൽ പോവാണ്.
ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് വാസ് ഓക്കെ. ഞാൻ വാങ്ങിയത് ഡോണർ ഷീഷാണ്. ഇവരൊക്കെ വേറെ എന്തോ വാങ്ങി. എൻ്റെത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റിലേക്ക് കുറേ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ കുറച്ച് വേസ്റ്റ് ആക്കി. യെസ്, വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത ആളാ. ലീവ്സ് ആയിരുന്നു. അക്വാക്കാൻ്റെ ഫുൾ അക്വാക്ക വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ പാർസൽ വാങ്ങി നമ്മൾ. അപ്പം നീ പള്ളി പോട്ടെ, അവിടെ എത്തിയിട്ട് കാണാം. അവിടെ നടക്കുന്നൊക്കെ അടിപൊളി സ്ഥലമാണ്, കാണിച്ചു തരാം. ഫുഡ് പിന്നെ ഫുഡ് ഈസ് എ മിക്സ് ഓഫ് ടർക്കിഷ് ആൻഡ് അൽബേനിയൻ. അങ്ങനെ അൽബേനിയൻ ഫുഡാന്ന് പറയാൻ പറ്റില്ല, ടർക്കിഷും പറയാൻ പറ്റില്ല. ഇതിന് മിക്സാണ്. ആരും ട്രൈ ചെയ്യണ്ട. ഇതാണ് നമുക്ക് ഇവിടെ ഏകദേശം 5 മിനിറ്റോളം നടക്കാണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നല്ല ഐസ്ഡ് കോഫി കിട്ടുന്ന സ്ഥലം അറിയെങ്കിൽ പ്ലീസ് പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ വാങ്ങി കുടിക്കാം ഇൻഷാ അല്ലാഹ്. പക്ഷേ നമ്മളങ്ങനെ പള്ളിക്ക് നടന്നപ്പോൾ ഒരു ഷോപ്പ് കണ്ടു. ഇവിടെ കയറാൻ വിചാരിച്ചു, കുറച്ച് സുവനീർ വാങ്ങിയിട്ട് പോകാം. അതുകൊണ്ട് തന്നെ ഇവിടെ കയറാറ്. സോറി. ഇതല്ലോ, ഇതാണ് ആ പള്ളി. ഇതിലെന്താ കാര്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊരു അൽബേനിയൻ്റെ ഒരു ഐക്കോണിക് പള്ളിയാണ്. അതൊരു ആൾക്കാർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പം ഇതാണ് പള്ളിയുടെ ഉള്ളിൽ. നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ തിരിഞ്ഞ് ഓൾഡ് സിറ്റിയിലോട്ട് പോവുകയാണ്. ഇവിടെ 1 hour ഡ്രൈവ് ഉണ്ട്. അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ 1 hour ഡ്രൈവിൽ ഓൾഡ് സിറ്റി എത്തിയിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. നല്ലൊരു ബസാർ വൈബാണ് ഇവിടെ. നമുക്ക് പോണ വഴിയിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഗായ്സ്. നമ്മളിവിടുത്തെ ബസാറിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മൂപ്പരെ കടയിൽ നിന്നൊരു ചെറിയ ഡ്രോയിങ് വാങ്ങി. ഇവിടെ ബസാർ കണ്ടാൽ എല്ലാം വാങ്ങിക്കാൻ തോന്നും, പക്ഷേ അധികം വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. Your name? Oh, so that's your name? Oh, thank you so much. Thank you. മൂപ്പര് നമുക്ക് വേണ്ടിയിട്ട് മൂപ്പരെ പേരും അൽബേനിയ 2026 എഴുതി തന്നു. ലെറ്റ്സ് കണ്ടിന്യൂ ഗൈസ്. നമ്മളങ്ങനെ പെയിൻറ്റിങ് എല്ലാം വാങ്ങി. എല്ലാം കാണുമ്പോൾ വാങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ ലഗേജ് ഓവറാവുന്നതുകൊണ്ട് വേണ്ട. പിന്നെ വൈഫും ഫിസയും അപ്പുറത്ത് ഷോപ്പ് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും വാങ്ങുന്ന ഉറപ്പാണ്. അപ്പം അവരെന്തൊക്കെ വാങ്ങിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്ക്. എല്ലാം ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ. ഗൈസ്, നമ്മുടെ ടീംസ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അൽബേനിയൻ കാർപ്പറ്റാണ്. അൽബേനിയൻ ബാഗ്. ഇതിനെത്ര? അതിന് 12 euro. ബാർഗെയിൻ ചെയ്ത് 10 കിട്ടും. അതെ. പിന്നെ ഇത് പിന്നൊരു
കാണിച്ചുതരാം ജസ്റ്റ് സെക്കൻഡ്. ഒരു പാത്രമില്ലാത്ത കുട്ടിയാണ്. 6 രണ്ടെണ്ണം വാങ്ങാണ് 10. അതെ, €6 രണ്ടെണ്ണം വാങ്ങിയ 10. പിന്നെന്താ, പിന്നെ മോതിരം ഗോൾഡ് പ്ലേറ്റഡ് സിൽവർ കോസ്റ്റ്ലി. പൈസ അറിയുന്നില്ല. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ വേറെ കൂടി വാങ്ങിയില്ല. പിന്നെ ഒരു കോഫി, ഐസ്ഡ് കോഫി. ഇവിടെ എന്താ? മാംഗോ ഐസ്ക്രീം. നിങ്ങൾ വാങ്ങിയത് ഞാൻ വാങ്ങിയ ചൂടായോണ്ട് ചെറിയ സ്ട്രോബെറി, ഐസ് ഇട്ട സ്ട്രോബെറി. അപ്പം ഇനി നമുക്ക് ഗോളത്ത് പോയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഗോളം ബീച്ച് എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് നോക്കുക. നമ്മളൊന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ല. വരുന്ന വഴിയിൽ പാർക്കിംഗ് ആണ് സീന്. അവിടെയൊക്കെ സൈഡിൽ കയറ്റിയിടാം. ഇനി നമുക്ക് പോയിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ഉണ്ട്, പ്രൈസ് എത്രയാണെന്നൊക്കെ നോക്കാം. നമ്മൾ ബീച്ചിൻ്റെ ഇങ്ങെത്തി. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം എത്രയാണ് പ്രൈസ്, ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ പ്രൈസ്. ഏകദേശം 15 മിനിറ്റ്സിന് €40 ആണ് വരുന്നത്. നമുക്ക് ആദ്യം ജെറ്റ് സ്കി നമ്മൾ എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് പ്രിപ്പയറിങ്. ബൈ ബറി. ഗായ്സ്, ജെറ്റ് സ്കീ ചെയ്യുകയാണ്. കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാൻ വീണ്ടും ജെറ്റ് സ്കീ കയറി. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ടീം കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടി വരുന്നതുകൊണ്ട് ടീംസ് കൂടി വരുന്നുണ്ട്. കൂടി കയറി. ഫൈനലി ഞാനും ജെറ്റ് സ്കി ചെയ്ത്. മൂഡുണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഇവരെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ചെയ്ത്. പക്ഷെ ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ ജെറ്റ് സ്കി ചെയ്യുന്ന സമയത്ത് കുറേ റൂൾസൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല ജെറ്റ് സ്കി. ആരെങ്കിലും കൂടെ ഇരുത്തും, ഒന്നെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആരെങ്കിലും വലിയ ആണുങ്ങൾ എന്തായാലും ഇരിക്കണം എന്ന് പറയും. ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ആരെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം, പൈസ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ സേഫാണ്. കാരണം ഒരു ഏരിയ വരെ അവർ ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ടാവും. അവിടെ സ്ലോ ആയിട്ടാണ് പോകുള്ളൂ. ഒരു ജെറ്റ് സ്കി വേറെ ജെറ്റ് സ്കിൻ്റെ അടുത്ത് വരുമ്പോൾ സ്ലോ ആയിട്ടാണ് പോകുള്ളൂ. അതൊക്കെ നല്ല സേഫാണ്. എല്ലായിടത്തും അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. കുറേ വട്ടം മറിയലും തിരിയലൊക്കെ ഉണ്ടാവില്ല. ഇതങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കുറേ ഉപ്പുവെള്ളം ഞാൻ കുടിച്ചു. ലാസ്റ്റ് ഞങ്ങളൊന്ന് മറിയാൻ പോയി, പക്ഷെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതെ, നിങ്ങൾ ഈ ഓൺലൈനൊക്കെ ഈ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ചീപ്പൊക്കെ കാണാം. പക്ഷേ ഈ ഗോളം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ്. അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ ഇവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാനിവരെ കൂടെ ഒന്നും കൂടിയും വീണ്ടും പോയി. ഒരു പ്രാവശ്യം കൂടിയും ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു ഞാൻ. അപ്പം വേറെ പാരാസെയിലിംഗ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് ഇനിയുള്ളത്. അപ്പം നമ്മൾ പിന്നെ അതിനുള്ള മൂഡ് പോയി 2 പ്രാവശ്യം ചെയ്തുകൊണ്ട് നമ്മൾ കുറേ നേരം വെള്ളത്തിലെല്ലാം കളിച്ചു. വീണ്ടും ഫുഡ് കഴിക്കണം. നല്ല സീ ഫുഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല അടിപൊളി വൈബ് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ വൈബാണ്. ഇവിടുത്തെ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ബീച്ച്
നിങ്ങൾ ഈ ഐറ്റിനറി അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അധികം ആരും ഈ ഒരു സ്ഥലം അങ്ങനെ മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഒന്നുകൂടി ലക്ഷറി ആയിട്ട് കുറച്ചും കൂടി ലക്ഷറി സെറ്റപ്പ് ഫുഡ് അങ്ങനത്തെ അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഷമീൽ ബീച്ചാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഫുഡ് അന്വേഷിക്കട്ടെ. അതെല്ലാം ഫുൾ റെസ്റ്റോറൻറ്റ്സ്. നമ്മൾ നടക്കുന്ന വഴിയിലും കാര്യങ്ങളൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇതിൽ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സീ ഫുഡ് ട്രൈ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ നമുക്ക് പോയിട്ട് സീ ഫുഡായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. ഇനിയിപ്പം ഇനി നേരെ ഇവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇന്ന് പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇവിടെ നിന്ന് ഒരു 1 hour ഉണ്ട്. നമ്മൾ തിരാനയിലാണ് റൂം. അപ്പോൾ 1 hour ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ.